ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററായ കെത്തളു എന്ന ഗോത്രഭാഷാ കവിതയാണ് നമ്മളിന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് നമ്മുടെ കവിത പരിചയപ്പെടാം. നമ്മുടെ കവിതയുടെ പേര് കെത്തളു എന്നാണ്. റാവുള എന്ന ഗോത്രഭാഷയിൽ എഴുതപ്പെട്ട കവിതയാണ് ഇത്. സുകുമാരൻ ചാലിഗദ്ദയാണ് നമ്മളുടെ കവിത എഴുതിയ കവി. കവിയെ നമുക്ക് പരിചയപ്പെടാം. സുകുമാരൻ ചാലിഗദ്ദ അഥവാ ബേത്തിമാരൻ. മലയാളത്തിലെ ശ്രദ്ധേയനായ ഗോത്രകവിയാണ് സുകുമാരൻ ചാലിഗദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ബേത്തിമാരൻ. റാവുള ഭാഷയിലും മലയാളത്തിലുമാണ് അദ്ദേഹം രചനകൾ നടത്തുന്നത്. കഥ, പാട്ട്, തിരക്കഥ എന്നിവ രചിച്ചിട്ടുണ്ട്. കല്യാണച്ചോറ്, മീനുകളുടെ പ്രസവമുറി, അവൻ്റെ തുമ്പിക്കൈയിലൊരു പുഴയുണ്ടായിരുന്നു, നിന്റെ ഉള്ളിലെ നരിയും എൻ്റെ ഉള്ളിലെ പുലിയും, മഴഭാഷ, കൂരി, ഏട്ടക്കൂരി തുടങ്ങി നിരവധി ശ്രദ്ധേയമായ കവിതകൾ സുകുമാരൻ ചാലിഗദ്ദ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. നമ്മളുടെ പുസ്തകത്തിൽ കെത്തളു എന്ന പേരിൽ ഗോത്രഭാഷയിലും അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഏട്ടക്കൂരി എന്ന പേരിലും ഈ കവിത തന്നിട്ടുണ്ട്. കെത്തളു എന്നാൽ ഏട്ടക്കൂരി എന്നാണ് അർത്ഥം. ഏട്ടക്കൂരി എന്നത് ഒരു തരം മത്സ്യമാണ്. കവിതയിൽ ഏട്ടക്കൂരി പ്രതീകമാണ്. എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മുന്നിലേക്ക് വരാൻ കഴിയാത്ത ആദിവാസി ജനതയുടെ പ്രതീകമാണ് ഏട്ടക്കൂരി മത്സ്യമെന്ന് പറയുന്നത്. ഈ കവിതയിലെ വരികൾ പരസ്പര ബന്ധമില്ലാത്തവയാണെന്ന് നമുക്ക് തോന്നാം. അതായത് കാടിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ കാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം അവതരിപ്പിക്കുകയാണ് കവി ഈ കവിതയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കവിത നോക്കാം. കെത്തളു അഥവാ ഏട്ടക്കൂരി. ഇന്നലെ ഒരു കാടാനെ പെറ്റ പെറ്റുപൂന്ത പുള്ളി കറുത്തയെ. ഇന്നലെ ഒരു കാട്ടാന പെറ്റു പെറ്റുവീണ കുഞ്ഞ് കറുത്തതാണ്. അതായത് കാട്ടിൽ സ്ഥിരമായി അവർ കാണുന്ന ഒരു കാഴ്ചയാണ് പറയുന്നതല്ലേ. ഒരു കാട്ടാന പ്രസവിച്ചു, വലിയ മാറ്റങ്ങളൊന്നുമില്ല, പെറ്റുവീണ കുഞ്ഞെന്താണ്, കറുത്തത് തന്നെ ആണ്. ചോലക്കാടിലെ നീരുകാക്കയെ മുങ്കിന ഗുണ്ടില മീനുവ തറ കെട്ടിൻഡു. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. അപ്പോൾ എന്താണ്, കാടുകളിലെ നീർക്കാക്കകളെ പറ്റിയും അതുപോലെ തന്നെ മീനുകളെ പറ്റിയുമാണ് ആ വരികളിൽ സൂചിപ്പിക്കുന്നത്. മരകേര തുളച്ചൂക്കിൻ്റെ മരബാവു പൂവ് അഞ്ചെട്ടു പെണ്ണിയങ്കളെ തടാക്കിൻഡു. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചെട്ടു പെണ്ണിനെ തേടുന്നു. അതായത് മരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മരവാഴപ്പൂക്കൾ. ഇവിടെ മരവാഴപ്പൂക്കൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരുതരം ഓർക്കിഡുകളെയാണ് കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചില ഓർക്കിഡുകൾ എങ്ങനെയാണ്, പാരസൈറ്റുകളായിട്ട്, പരാത സസ്യങ്ങളായിട്ട് ചില മരങ്ങളിലൊക്കെ പറ്റിച്ചേർന്ന് വളരുന്ന ഓർക്കിഡുകളുണ്ടല്ലേ. അത്തരം ഓർക്കിഡുകളെയാണ് മരവാഴപ്പൂക്കൾ എന്ന് എന്ത് ചെയ്തിരിക്കുന്നത് ഈ കവിതാഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചില വീഡിയോകളിലൊക്കെ കാണാറുണ്ടല്ലോ, ഇതുപോലെ മരത്തിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഓർക്കിഡുകളെയൊക്കെ ഓരോരുത്തരെടുത്ത് അതിനെ എന്ത് ചെയ്യുന്നത് ഒരു പ്ലാന്റ് ആയിട്ട് അവരുടെ വീട്ടിൽ വളർത്തുന്ന ഒരു ചെടിയായിട്ട് നട്ടുപിടിപ്പിക്കുന്നതൊക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കാട്ടിൽ മരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ഓർക്കിഡുകളൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. ആ ഓർക്കിഡുകളെയാണ് ഇവിടെ മരവാഴ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്, പൂ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം സാധാരണ എന്ത് ചെയ്യാറുണ്ട്, പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പൂക്കളൊക്കെ തലയിൽ ചൂടാറുണ്ട്. അപ്പോൾ ഈ മരവാഴ എന്ത് ചെയ്യാണ്, ആ പൂക്കളൊക്കെ വിരിയിച്ചുകൊണ്ട് ഈ പൂ പറിച്ചെടുക്കാൻ വരുന്ന പെണ്ണുങ്ങളെയും കാത്തിങ്ങനെ നിൽക്കുകയാണ്. മുങ്കിപ്പോൻ്റെ കല്ലുകേരി മീനുക്ക് മൂക്കുബെട്ടു വേണു. മുങ്ങാങ്കുഴിയിട്ട കല്ലൂന്തി മീനിന് മൂക്കുത്തി വേണം അല്ലേ. അപ്പോൾ അവിടെയുള്ള ഒരു മീനാണ് കല്ലൂന്തി മീൻ. കല്ലൂന്തി മീനിനെ പറ്റിയാണ് പറയുന്നത്. മുങ്ങാങ്കുഴിയിട്ട് നടക്കുന്ന ഈ കല്ലൂന്തി മീനിന് എന്ത് വേണം, ഒരു മൂക്കുത്തി വേണം. കന്നാര പൂവലിയ കല്ല് ഉരച്ചി ഉരച്ചി നരച്ചിൻ്റെ തിലെ പോവത്തെ. അപ്പോൾ എന്താ പറയുന്നത്, കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര വീണു. നരസി എന്ന് പറയുന്നത് എന്താണ്, ഒരു പുഴയാണ് കേട്ടോ, നരസിപ്പുഴയാണ്. അപ്പം കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി എന്ത് ചെയ്തു, നരസിപ്പുഴയ്ക്ക് നര വീണു എന്നാണ് പറയുന്നത്. അപ്പം നദി ഒരുപാട് തവണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ കാലങ്ങളായിട്ട് നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതനുസരിച്ച് ഈ നദിയിലുള്ള കല്ലുകളൊക്കെ എന്ത് ചെയ്യും, അതിനകത്ത് ഉരസലുകളൊക്കെ വീണ് വീണ് അത് വളരെയധികം വളരെ മിനുസമുള്ള പ്രതലമായിട്ട് മാറും അല്ലേ. അത് വളരെ വെള്ളാരം കല്ലുകൾ പോലെയായിട്ട് മാറും. അപ്പോൾ അതിനെ എന്തായിട്ടാണ് കവി പറയുന്നത്, പുഴയ്ക്ക് നര വീണതാണ്. അപ്പം പുഴയുടെ കാലം, അതായത് വളരെ കാലമായിട്ടത് ഒഴുകുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ കല്ലുകളൊക്കെ മിനുസമായി അത് ഒരു വെള്ളാരം കല്ല് പോലെ വെള്ള നിറത്തിലേക്ക് അത് മാറി എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
പൊന്നുമുക്കടാത്തി പൊന്നുകുണ്ടു പൂവേ കാടുക്ക് ഓടിക്കാണ്ട. ഇനി എന്താ പറഞ്ഞത്? പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. അപ്പം പൊന്നും ചുമന്നുകൊണ്ട് വന്നിരുന്ന പൊൻകുഴിപ്പുഴ എന്ത് ചെയ്തു? കാട്ടിലേക്ക് ഓടി മറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതായത് ഈ കാട്ടിൽ ഒരുപാട് വനവിഭവങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ അത് അറിയുന്ന ആളുകൾ എന്ത് ചെയ്യും? പുറത്തു നിന്നുള്ള മനുഷ്യരത് ചൂഷണം ചെയ്യാൻ വേണ്ടി വനത്തിനുള്ളിലേക്ക് ചെല്ലും. അപ്പോൾ ഇത് അറിയുന്ന വനവിഭവങ്ങളൊക്കെ എന്താണ്? എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കാനായിരിക്കും അല്ലേ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സൂചന കൂടി അവിടെ വരുന്നുണ്ട്. ഒറ്റിമലഞ്ച കൈതേ പൂവുക്ക് പൊരിഭുവു വെട്ടിയാട്ടിൻ്റെ കാറ്റുമോ. ഇനി എന്താ പറയുന്നത്? ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാടുന്ന കാറ്റും അല്ലേ? അപ്പോൾ ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചലിപ്പിച്ചുകൊണ്ട് കാറ്റ് ആടുന്നുണ്ട്. കൈതപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊരു കൈതയാണ്? ഈ നീളമുള്ള കൈതയാണ് കേട്ടോ. നമ്മളുടെ കൈതച്ചക്ക പിടിക്കുന്ന കൈതയല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വേറൊരു വളരെ പൊക്കത്തിൽ വളരുന്ന കൈതകളുണ്ട്. ഈ കൈതയിൽ എന്ത് വളരാറുണ്ട്? ഒരു തരം പൂ വിരിയാറുണ്ട്. പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ വസ്ത്രങ്ങൾക്കൊക്കെ നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൂവ് ഉണക്കി വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്ന പെട്ടിക്കുള്ളിൽ വെക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അന്ന് ഈ സുഗന്ധദ്രവ്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇന്നുള്ളതുപോലെ പെർഫ്യൂമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ വസ്ത്രങ്ങൾക്ക് നല്ല സുഗന്ധം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഈ കൈതപ്പൂക്കൾ അതേപോലെ ഇലഞ്ഞിപ്പൂക്കളൊക്കെ ഉണക്കി എന്ത് ചെയ്യാറുണ്ട്? ഈ വസ്ത്രങ്ങളോടൊപ്പമൊക്കെ വെക്കാറുണ്ടായിരുന്നു കേട്ടോ. കൈതപ്പൂവിനൊക്കെ നല്ല സുഗന്ധമാണ്. അടുത്ത ഇനി എന്താ പറയുന്നത് നോക്കൂ. വളഞ്ച് നിനഞ്ചുണ്ട് റാങ്കിന കടുമു വെല്ലുക്കു ബല്ലേ പുല്ലു. ഇനി എന്താ പറയുന്നത്? ചുറ്റും നിനച്ചുറങ്ങിയ കാട്ടുമുയലിന് വലവെറും പുല്ലും. ഇനി എന്താണ്? കാട്ടുമുയലിനെ പറ്റിയാണ് പറയുന്നതല്ലേ. പുല്ലുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ, അതായത് അവിടെ കിടന്നുറങ്ങിയിട്ട് പുല്ലുകൾക്കിടയിൽ കുടുങ്ങിപ്പോയ കാട്ടുമുയലിനെ പറ്റി സൂചിപ്പിക്കുന്നു. ഇനി എന്താ പറയുന്നത്? പൂവേ ബെട്ടി നീന്തിന ബാളമു കരയെ ബെട്ടി ചാടിൻ്റെ കെത്തളുക്കുമ്മു എന്ന ചാന്തു. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. അപ്പോൾ എന്താണ്? വാളമീനിൻ്റെയും ഏട്ടക്കൂരിയുടെയും ഭംഗിയെ പറ്റിയാണ് കവി പറയുന്നത്. പുഴയെ വെട്ടിക്കൊണ്ടു പോകുന്നത് പോലെ നീന്തി പോകുന്ന വാളമീനിനും കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ഭംഗിയാണെന്നാണ് പറയുന്നത്. ആ മലക്കുമ്മു കണ്ണിട്ടുള്ളൊരു കുത്തിബൂന്ത കറുത്ത കല്ലൊക്കെ വെളുത്ത ചോര കക്കിൻഡോ. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്, കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. അപ്പോൾ ആ വരികളിൽ അവിടെ വനങ്ങൾക്ക് ഉണ്ടാകുന്ന ചൂഷണത്തെ പറ്റിയുള്ള സൂചനയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ മലകൾക്കൊക്കെ എന്തിട്ടിട്ടുണ്ട്? കണ്ണിട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ കല്ലുകളൊക്കെ കുത്തി പുറത്തെടുത്തിട്ടിട്ടുണ്ട് മലകളുടെ ഉള്ളിൽ നിന്ന്. ആ കല്ലുകളൊക്കെ എന്താണ്? വെളുത്ത നിറത്തിലുള്ള ചോര ഛർദ്ദിച്ച് കിടക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പം വനത്തിൻ്റെ നശീകരണമാണ്. ആളുകളുടെ കടന്നുവരവോടുകൂടി അവരുടെ ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് വനത്തിനുണ്ടാകുന്ന നശീകരണത്തെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ വരികളിൽ സൂചിപ്പിക്കുന്നത്. ആനോടി ചാടിക്കട്ടാന്ത കല്ലൊക്കെ അങ്ങാടി മലേൻ്റോ നാന്നുളച്ചേ മരത്തേക്കു ജാറല്ലു. ഇനി എന്താ പറയുന്നത്? ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു, ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ്. അതായത് ഞാൻ ഓടിച്ചാടി കളിച്ച കല്ലെല്ലാം അങ്ങാടി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിലുള്ള കല്ലുകളൊക്കെ ഇപ്പം അങ്ങാടി കാണുകയാണ്. അങ്ങാടി എന്താണ്? ചന്ത അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കാട്ടിലെ കല്ലുകൾ എത്തുന്നു എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നുള്ള വനവിഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ശേഖരിച്ച് നാട്ടിലെ മനുഷ്യർ അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കവി പറയുകയാണ്, ഞാൻ ഓടിക്കളിച്ച കല്ലെല്ലാം ഇപ്പം അങ്ങാടി കാണുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ നിന്ന് നാട്ട് മനുഷ്യരെന്ത് ചെയ്തിരിക്കുന്നു? കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അതുപോലെ മരങ്ങളെല്ലാം എന്താണ്? മരത്തിലെല്ലാം ഇപ്പോൾ വഴുക്കലാണ്. അപ്പം എന്താണ്? വനവിഭവത്തിൻ്റെ ചൂഷണം തന്നെയാണ് ആ വരികളിലും സൂചിപ്പിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേ? ഏവുമേലെ ചാടിച്ചുമ്മു ഏവു പൂവേ കട്ടാന്തി ചുമ്മു കെത്തളു തിരിച്ചു ദിഗിന്ന ഊത്ത കാലത്തിൽ ഇമ്മുര ചെക്കാണി. അപ്പോൾ എന്താ പറയുന്നത്? 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്ത കാലത്തും രക്ഷയില്ല. അപ്പോൾ ഏട്ടക്കൂരി എന്താണ്? ആദ്യം 7 മലകൾ ചാടി നോക്കി, പിന്നെ 7 പുഴകൾ കടന്നു നോക്കി, എന്നിട്ടും ഏട്ടക്കൂരി ഒരു വഴിയുമില്ലാതെ തിരിച്ചു വന്നു. ഏട്ടക്കൂരിക്ക് എന്തിനു പോലും ഊത്തകാലം എന്ന് പറഞ്ഞാൽ മീനുകളുടെ പ്രജനന കാലത്തെയാണ് ഊത്തകാലം എന്ന് പറയുന്നത്. അതായത് മീനുകൾ മുട്ടയിടുന്ന കാലം. അപ്പോൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് എന്താണ്? മലകളും പുഴകളും ഒക്കെ ചാടിയൊക്കെ പോയി നോക്കി. പക്ഷേ എത്ര പോയിട്ടും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇങ്ങനെ രക്ഷയില്ലാതെ അവസാനം ഏട്ടക്കൂരി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഏട്ടക്കൂരി എന്ന് പറയുന്ന മത്സ്യം ആരുടെ പ്രതീകമാണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രതീകമാണ്. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ പുരോഗതി നേടാനും ഒക്കെ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണോ ഈ ഏട്ടക്കൂരി മത്സ്യം ഇത്രയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടും അതിന് മുട്ടയിടാൻ സ്വൈര്യമായി മുട്ടയിടാനൊരു
സ്ഥലം കിട്ടാതെ അത് തിരികെ വരുന്നത്. അതുപോലെ ഈ ആദിവാസി ജനത എന്ത് ചെയ്യുന്നുണ്ട്, അവർ വളരെയധികം ബുദ്ധിമുട്ടി ശ്രമിച്ചിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർ ആഗ്രഹിക്കുന്നത് പോലും ഒരിടത്തേക്ക് എത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ മൂലം അവരെന്ത് ചെയ്യുന്നു, വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ എത്തേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പം അതിനെയാണ് കവി എന്ത് ചെയ്യുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കവിത നന്നായിട്ട് വായിച്ചു നോക്കണം. റാവുള ഭാഷയിലുള്ള കവിതയും അതോടൊപ്പം തന്നെ അതിൻ്റെ മലയാളവും എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. അപ്പം ഇതിനകത്ത് കാടിൻ്റെ തനതായിട്ടുള്ള ഭംഗിയെപ്പറ്റി പറയുന്നുണ്ട്, അതുപോലെ കാട്ടിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, പരിസ്ഥിതി ചൂഷണം അല്ലെങ്കിൽ വനവിഭവ ചൂഷണത്തെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്തെല്ലാം, അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. സുകുമാരൻ ചാലികദ്ദ റാവുള എന്ന ഗോത്രഭാഷയിൽ രചിച്ച കവിതയാണ് കെത്തളു. വനത്തിലെ സ്വാഭാവികമായ പല കാഴ്ചകളും ഈ കവിതയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. കാട്ടാന പ്രസവിച്ചത്, നീർക്കാക്ക മുങ്ങാങ്കുഴിയിടുന്നത്, പെണ്ണുങ്ങളെ കാണാത്ത മരവാഴപ്പൂക്കളുടെ വേദന, മുങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനിന്റെ ഭംഗി, പുഴയൊഴുകി ഒഴുകി നരവീണ കല്ലുകൾ, ഇങ്ങു നോക്കുന്ന കൈതപ്പൂക്കൾ, പുല്ലുകൾക്കിടയിൽ വലഞ്ഞു പോകുന്ന മുയലുകൾ, പുഴയിലൂടെ വേഗത്തിൽ പോകുന്ന വാളമീനുകൾ, വെള്ളത്തിൽ ചാടിക്കളിക്കുന്ന ഏട്ടക്കൂരിയ മത്സ്യങ്ങൾ, കച്ചവടച്ചരക്കായി മാറുന്ന കാട്ടിലെ കല്ലുകൾ, മുറിച്ചു കടത്തപ്പെടുന്ന മരങ്ങൾ, ഇവയെല്ലാം ഈ കവിതയിൽ കടന്നുവരുന്ന ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ വനത്തിന്റെ സ്വാഭാവിക പരിസ്ഥിതിയുടെയും ഇപ്പോൾ വനം നേരിടുന്ന ചൂഷണങ്ങളുടെയും ചിത്രങ്ങളായി മാറുന്നു. അടുത്ത ചോദ്യം, കവിതയിലെ ഗോത്രഭാഷാ പദങ്ങൾക്ക് തുല്യമായ പ്രാദേശിക പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ ഗോത്രഭാഷാ പദം, പ്രാദേശിക പദം, ഇങ്ങനെ 2 കോളമാണ് ഉള്ളത്. കെത്തളു എന്ന ഗോത്രഭാഷാ പദത്തിന്റെ അർത്ഥം എന്താണ്? ഏട്ടക്കൂരി എന്നാണ്. ഇനി കാണി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാദേശിക പദം? അതിൻ്റെ രക്ഷ എന്നാണ്. അതുപോലെ ഏവു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഴെന്നാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഗോത്രഭാഷാ പദവും അതിൻ്റെ പ്രാദേശിക പദവും കണ്ടെത്തണം. അടുത്ത ചോദ്യം നോക്കൂ. കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. കവിയുടെ വേദനയിൽ സമത്വബോധത്തിന്റെ വിശാല തലങ്ങൾ കണ്ടെത്താനാവുമോ ചർച്ച ചെയ്യുക. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അവഗണിക്കപ്പെടുകയോ അരികുവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന ജനവിഭാഗമാണ് ആദിവാസി സമൂഹം. അവരുടെ ഭൂപ്രകൃതിയെ ചൂഷണം ചെയ്യാനും ഇല്ലാതെയാക്കാനും പലരുമുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഈ വരികളിൽ ഉള്ളത്. അവരുടെ മണ്ണും മരവും ജലവുമെല്ലാം ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു. മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നു. ഇത് വനത്തിന്റെ സ്വാഭാവികതയെയും ആവാസവ്യവസ്ഥയെയും നശിപ്പിക്കുന്നു. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാകാത്ത ആധുനിക സമൂഹത്തോടുള്ള പ്രതിഷേധമാണ് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തകാലത്തും രക്ഷയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. കവിതയിലെ ഏട്ടക്കൂരി മത്സ്യം ആദിവാസി ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ബിംബമാണ്. കാലങ്ങളായി അവർ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിന് പലരും അവരെ അനുവദിക്കുന്നില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത സാഹചര്യങ്ങൾ എന്നീ മേഖലകളിലെല്ലാം അവർ പുരോഗതി കൈവരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി പലതരം പദ്ധതികളും പ്രസ്ഥാനങ്ങളുമൊക്കെ നിലവിൽ വരുന്നുമുണ്ട്. എങ്കിലും ആദിവാസി ജനതയുടെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും കടന്നു വന്നിട്ടില്ല. മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ വളരെയധികം അധ്വാനിക്കുന്നുമുണ്ട്. എങ്ങനെയാണോ ഏട്ടക്കൂരിക്ക് പുതുതലമുറയ്ക്ക് ജന്മം നൽകാൻ അവസരം ലഭിക്കാത്തത്, അതുപോലെ ആദിവാസി ജനതയ്ക്കും പുരോഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവരുടെ ശ്രമങ്ങളെല്ലാം വിഫലമായി പോവുകയാണ്. അടുത്ത ചോദ്യം, കന്നാരംപുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര വീണു. വരികളിലെ കാവ്യഭംഗിക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാം വിശദീകരിക്കുക. കെത്തളു എന്ന കവിതയിലെ വരികളാണ് ഇവ. പുഴയുടെ നിരന്തരമായ ഒഴുക്കിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിരന്തരമായ ഒഴുക്കിനെ തുടർന്ന് പുഴയിലെ കല്ലുകൾക്കൊക്കെ നരവീണു എന്നാണ് വരികളിൽ പറയുന്നത്. നദിയുടെ ഒഴുക്ക് മൂലം കല്ലുകൾ മിനുസമുള്ള വെള്ളാരം കല്ലുകളായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വരികളിൽ ന, ര, സ മുതലായ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇത്തരത്തിൽ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ കവിതയ്ക്ക് ഉപഭംഗി വർദ്ധിക്കുന്നതായി കാണാം. ആസ്വാദനക്ഷമതയും ഇതുവഴി കൂടുന്നു. കേരളത്തിൽ അനവധി ഗോത്രഭാഷകളുള്ളതിൽ ഒന്നിലാണ് നാം പരിചയപ്പെട്ട കെത്തളു എന്ന കവിത രചിച്ചിട്ടുള്ളത്. ഇതുപോലെ മറ്റ് ഗോത്രഭാഷകളിൽ നിന്ന് ലഭ്യമാകുന്ന രചനകളും വാമൊഴി പാട്ടുകളും ശേഖരിച്ച് പാരമ്പര്യവാദ്യങ്ങളും സംഗീതോപകരണങ്ങളും പ്രയോജനപ്പെടുത്തി പാട്ടരങ്ങ് സംഘടിപ്പിക്കുക. ശേഖരിച്ചവ പതിപ്പാക്കുകയും വേണം. അതായത് കേരളത്തിൽ പ്രധാനമായിട്ടും 3 ഗോത്രഭാഷകളാണ് ഉള്ളത്. റാവുള, ഇരുള, മലയ. ഇതിൽ റാവുള ഭാഷയിലുള്ള കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ച കെത്തളു എന്ന്
പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ഭാഷകളിലെയും മറ്റ് ഗോത്രഭാഷകളിലെയും അല്ലെങ്കിൽ റാവുള ഭാഷയിൽ തന്നെയുള്ളയും പാട്ടുകൾ കണ്ടെത്തി ഒരു പാട്ടരങ്ങ് സംഘടിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം, പരിസ്ഥിതി പ്രമേയമായ കവിതകൾ കോർത്തിണക്കി ഓഡിയോ ആൽബം നിർമ്മിക്കുക. സ്കൂളിലെ റെക്കോർഡിംഗ് IT സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കവിതകൾ തിരഞ്ഞെടുത്ത് ഓഡിയോ ആൽബം ഉണ്ടാക്കി എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ. ാണ് നമ്മുടെ കെത്തളു എന്ന പാഠഭാഗം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. താങ്ക്